ഈ പ്രേതം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ചിലവരെ ആത്മാവാണ്. ഈ ചില ആത്മാക്കള് നമ്മളെ ഈ ശരീരം വിട്ടു പോയി കഴിഞ്ഞാൽ അത് പോവാറില്ല. ചിലത് അങ്ങനെ പോകും. ഈ പോവാതെ നിൽക്കുന്ന ഈ ആത്മാവാണ് ഈ മറ്റു മനുഷ്യരെയൊക്കെ ഉപദ്രവിക്കുന്നത്. ഈ അലവറ എന്ന് പറഞ്ഞൊരു ആത്മാവ്, അലവറ എന്ന് പറഞ്ഞൊരു ആത്മാവെന്ന് പറയുമ്പോഴത്തേക്ക് ഈ അലവറയെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ കാണാം. ആ കാണാൻ പോയത് വേലുത്തമ്പി മരണമടഞ്ഞ ആ ദേവീക്ഷേത്രത്തിൽ. അപ്പം കണ്ണടച്ച് അവരിയ്ക്കുന്നു, ഞാനും ഇവരെ തന്നെ നോക്കുന്നു. സ്വപ്പ കഴിഞ്ഞ ആ സ്ത്രീ എന്നോട് ബഹുമാനായിട്ട് പറഞ്ഞൊരു എൻ്റെ പെണ്ണ്, നീ എന്നെ കളിയാക്കണം, അടുത്ത വാക്കില്ലേ, നീ എന്നെ കളിയാക്കണം, ഞാൻ തുള്ളുവോ, ഞാൻ ഇവിടെ തുള്ളയൊന്നുമില്ല. നമസ്കാരം സ്വാമിജി. ഈ ആധ്യാത്മ ജീവിതം നയിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ മായയുടെ ഭാഗത്തു നിന്നും ഈ ആക്രമണം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കൂടുതലും പ്രേത രീതിയിലുള്ള ആക്രമണം. അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രേത അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? പിന്നെ ഈ പ്രേതം എന്ന് പറയുമ്പോഴത്തേക്ക് ചിലവരെ ആത്മാവാണ്. ഈ ചില ആത്മാക്കള് നമ്മളെ ഈ ശരീരം വിട്ടു പോയി കഴിഞ്ഞാൽ അത് പോവാറില്ല. ചിലത് അങ്ങനെ പോകും. ഈ പോവാതെ നിൽക്കുന്ന ഈ ആത്മാവാണ് ഈ മറ്റു മനുഷ്യരെയൊക്കെ ഉപദ്രവിക്കുന്നത്. അത് ചിലവർക്ക് വിശ്വാസം, ചിലവരത് ചുമ്മയാണെന്ന് പറയും. അപ്പം അവരോരോ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോഴേ നമുക്ക് വിഷമം അറിയാവൂ, അല്ലെങ്കിൽ നമുക്കാവില്ല. നമ്മളെ മക്കൾക്കോ നമ്മളെ സ്നേഹമുള്ള കൂടപ്പറപ്പിന് ഇതുപോലെ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. നമുക്ക് ഇതൊന്നും വരാത്തതുകൊണ്ട് നമ്മൾക്ക് ആരെയും ആക്ഷേപിക്കും, ആരെയും ഇതാവാം. വന്നാലും അങ്ങനെയൊക്കെ തന്നെ ചിലവർ കാണിക്കും. ഒരു കൈ ഇല്ലായിരുന്നാലും മറ്റു കൈ വെച്ച് ഉപദ്രവിക്കും. അത് ചിലവരത്. അപ്പം ഈ ആത്മാവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു തന്നെ നമ്മളെ ഭാഗവതത്തിൽ എടുക്കാം. ഭാഗവതത്തിൽ ദുന്ദുകി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അപ്പം ദുന്ദുകി എന്ന് പറയുന്നത് ആ കുടുംബം ബ്രാഹ്മണരാണ്, നല്ല ഇതാണ്. അങ്ങനെ ദുന്ദുകി രാജ്ഞിയെ സന്യാസിയായിട്ട് പോവുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ പലവരെയും ദ്രോഹിച്ച് കൊന്ന് അമ്മയച്ഛനും ഹൃദയം പൊട്ടി മരിക്കുകയാണ്, ഭാര്യയും മരിക്കുകയാണ്. അങ്ങനെ ഒരു ചുരുക്കത്തിലാണ് പറയുന്നത്, ഭാഗവതത്തിലുള്ള കഥയാണ്. അപ്പം ഈ ദുന്ദുകി ആത്മാവ് ഭയങ്കര ശല്യമാണ്. അങ്ങനെ അനിയൻ വന്ന് ഈ ആത്മാവിനെ 7 മുള വച്ച് ആ മുളയ്ക്കകത്ത് ആവഹിച്ച് 7ൻ്റെ അന്ന് ഈ മുള പൊട്ടി ഈ ആത്മാവിന് മോശപ്രാർത്ഥിയായിട്ട് കിട്ടിപ്പോണ്. അപ്പം നമുക്ക് ഈ ആത്മാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഭാഗവതത്തിൽ ഉണ്ട്. ഭാഗവതത്തിൽ വേറൊരു രീതിയില്ല. അല്ലാതെ നമ്മളൊരു രീതിയിൽ പോകുമ്പോഴത്തേക്ക് ഈ അലവറ എന്ന് പറഞ്ഞൊരു ആത്മാവുണ്ട്. അലവറ എന്ന് പറഞ്ഞൊരു ആത്മാവെന്ന് പറയുമ്പോഴത്തേക്ക് ഈ അലവറയെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ കാണാൻ പോയി. ആ കാണാൻ പോയത് വേലുത്തമ്പി മരണമടഞ്ഞ ആ ദേവീക്ഷേത്രത്തിലാണ്. അപ്പം അത് വേലുത്തമ്പി തൊഴുത ദേവീക്ഷേത്രത്തിന്റെ കുറെ ഇപ്പുറത്താണ് ഒരു മരത്തിലാണ് അറിഞ്ഞു വെച്ചിരിക്കുന്നത് അലവറ. അങ്ങനെ അലവറയെ കണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലയിടത്ത് ബ്രഹ്മരക്ഷസ് എന്ന് പറയും. ഇതെങ്ങനെ അപ്പം ചിലയിടത്ത് കന്നിശാവെന്ന് പറയും. അതായത് വളരെ ചെറുതിലെ മരിക്കണം. ഇവര് ഉപദ്രവിക്കണ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ മോശപ്രാർത്ഥി അല്ലെങ്കിൽ ഈശ്വര വിചാരം ചെയ്ത് അങ്ങനെ ഈശ്വര നാമം ജപിച്ച് അങ്ങനെ കഴിയണവർക്ക് ആ ജീവൻ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ ജീവനിൽ കൂടി കയറി അവർക്ക് മോശപ്രാർത്ഥി കിട്ടാൻ വേണ്ടി നമ്മളെ മരണം എന്ന് പറയുന്ന ആ അവസ്ഥയിൽ കൊണ്ടാക്കി നമ്മളെ കൊന്നും കൊണ്ട് അവർ ആ വഴിയെ പോവും. ചില ആത്മാവിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റാതായിരിക്കുമ്പോഴത്തേക്ക് അവർ കുറച്ചൊക്കെ നമ്മളെ വന്ന് ഉപദ്രവിക്കും. എനിക്ക് അങ്ങനത്തെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഗുരു ശക്തി ആയതുകൊണ്ട് എനിക്ക് അതിൽ നിന്നൊക്കെ മറികടക്കാൻ സാധിച്ചു. അപ്പൊ അതെന്താണെന്നുള്ളത് ഞാൻ ഇനി പറഞ്ഞു വരുമ്പം പറയാം. അപ്പൊ ഇതാണ് ആത്മാവ്. അപ്പം ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് അതൊരു ആത്മാവാണ്, അത് ദൈവമൊന്നും അല്ല. അപ്പൊ ആത്മാവ് എന്ന് പറയുന്നത് ഇത് ഞാൻ ഇങ്ങനെ ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും എനിക്ക് തുള്ളല് ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അതൊക്കെ ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് ഞാൻ അന്വേഷണത്തിന് പോയി. അതിൻ്റെ ഒരു ചെറിയൊരു അറിവ് തന്നെ എനിക്ക് 20 വയസ്സായിരുന്ന സമയത്ത് ചിമ്യാമിഷേനിലുള്ള ജ്ഞാനനിഷ്ഠാനന്ദ എന്ന് പറഞ്ഞൊരു സ്വാമി, ആ സ്വാമി 20 കൊല്ലം RSSന്റെ വിഭാഗ് പ്രചാരകമായിരുന്നു. പത്മകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ
പേര്. അദ്ദേഹത്തിന്റെ അടിയന്തരാവസ്ഥ കാലത്ത് RSSനെ നിരോധിച്ചപ്പോൾ ഇദ്ദേഹം ബോംബെയിൽ ചെന്ന് ചിന്മയ മിഷനിൽ ചേർന്ന് ആ അതെല്ലാം പഠിച്ചിട്ട് അദ്ദേഹം ജ്ഞാനനിഷ്ഠാനന്ദൻ എന്ന് പേരും സ്വീകരിച്ച് വളരെ പ്രായമായ ആളാണ്. അങ്ങനെയാണ് എൻ്റെ 20ാമത്തെ വയസ്സിൽ നമ്മൾ എടഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്ത് വരെയാണ്. അങ്ങനെ വന്ന് നമ്മൾ അരവത്ത് കോവിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണമൊക്കെ വെച്ച്, അന്ന് എനിക്ക് 20 വയസ്സാണ് വെച്ച്, എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഭഗവത്ഗീത ക്ലാസ് വയ്ക്കുമ്പോഴത് ഞങ്ങളെയൊക്കെ വിളിക്കും. ആ പ്രായത്തിലുള്ള നമ്മൾ കുറേ പേര് പോകും. അദ്ദേഹത്തിൻ്റെ കൂടെ ശബരിമലയിൽ എരുമേലിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം രാവിലെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് അന്ന് വൈകുന്നേരം ഒരു പ്രഭാഷണം നടത്തും. ആ പ്രഭാഷണം കേൾക്കണ കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു തരും. ആ കഥകൾ പറഞ്ഞു തരുന്ന കഥകളിലാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത് 20 വയസ്സിൽ. അപ്പം ഞാൻ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, 20 വയസ്സിൽ. അപ്പം അദ്ദേഹം തന്നെ നമ്മളെല്ലാം ഇങ്ങനെ ഈ കേട്ടറിവ് അതിൽ കൂടെയാണ് നമ്മളെ ഈ ബോധവൽക്കരണം. അതിനാണ് നമ്മളെ ഇതിൽ യാത് കഥയ്ക്കും ഒരു കഥ പറയും. മഹാഭാരത യുദ്ധം നടക്കണ്, അതിൻ്റെ നടുക്ക് പിന്നെ അർജുനൻ പറയണ് കൃഷ്ണൻ്റെ കൊണ്ടാക്ക, അവിടെ വായിച്ചാണ് ഗീത പറയണത് 18 അധ്യായം. അപ്പം നമ്മൾ സംശയിക്കും ഇതെങ്ങനെ പറഞ്ഞു, രണ്ടിൻ്റെ ഇടയ്ക്ക് ഇവിടെ യുദ്ധം നടക്കണ്, രണ്ടുപേരും ഇങ്ങനെ, അതൊക്കെ ഈശ്വരന് ചെയ്യാം. അപ്പൊ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തിന് ആ സമയം തന്നെ ആക്കാം, അതിന് വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ പ്രേതത്തിന്റെ അപ്പൊ ഇത് മനസ്സിലായില്ല. ഈ ബ്രഹ്മരക്ഷസ് അങ്ങനെയുള്ളവർ മരിക്കണേയാണ് ബ്രഹ്മരക്ഷസ്, അതാണ് ബ്രാഹ്മണൻ. അലവറ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ അല്ലാതെ ഉള്ളവര്. അപ്പം ഞാൻ ഇങ്ങനെ ആയതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഇതൊന്നും ദേവതയല്ല, ദുർദേവതയാണ്. അപ്പം നമ്മളെ ചില ആളുകൾ ഈ ആത്മാവിനെ വെച്ച് ആവഹിച്ചൊക്കെ എടുക്കാൻ സാധിക്കും. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ എടുത്തിട്ട് നമ്മളൊരു ദേവതയുണ്ടാക്കി വെച്ച്, അല്ലെങ്കിൽ ആറ്റോലമ്മ, ഏതെങ്കിലും ദേവ, അല്ലെങ്കിൽ കല്ലടി മസ്ത, വേളാങ്കണ്ണി മാത എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആത്മാവിനെ വെച്ച് ഇവർ കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം മുസ്ലിമാണ് വരണമെങ്കിൽ കല്ലടി മസ്താനെ നോക്കാം, ക്രിസ്ത്യാനിയെ വരണമെങ്കിൽ വേളാങ്കണ്ണി മാത, ഹിന്ദുക്കളാണെങ്കിൽ വേറെ എന്ന് പറഞ്ഞിട്ട് ഈ ആത്മാവിനെ വെച്ച് കുറച്ചൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ആത്മാവുണ്ട്, ഇതിൽ വേറെ സംശയമൊന്നുമില്ല. ആ കൂട്ടത്തിൽ ഇവിടെ ചിലര് ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അവർ പറയും എനിക്ക് ഇങ്ങനെ ഭയങ്കര ദൈവീക ശക്തിയുണ്ട്, അതൊക്കെയാണെന്നൊക്കെ പറയും. അപ്പം കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അവരിൽ നിന്നും എനിക്കത് കാണാൻ സാധിക്കും, അവരിൽ ആരാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ അവരോട് പറയും, നിങ്ങളുടെ ദേവതയല്ല നിൽക്കുന്നത്, നിങ്ങളുടെ ആത്മാവാണ് നിൽക്കുന്നത്, അത് ദൈവമൊന്നുമല്ല, അതൊക്കെ പ്രേതങ്ങളാണ്. ഈ പ്രേതങ്ങളെയൊന്നും ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറ്റാറില്ല, വയ്ക്കാറുമില്ല, ക്ഷേത്രങ്ങളെ വെളിയിലേ വയ്ക്കുകയുള്ളൂ ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, അപ്പോൾ അവർ കൂടുതലില്ല എന്നെ സ്വാമി എന്നൊക്കെ വിളിച്ച് ബഹുമാനിച്ചുകൊണ്ടിരുന്നതിന് ശേഷം, അപ്പം ഞാൻ അമ്മ പോയതിന് ശേഷം ചില പ്രത്യേകത എനിക്ക് ഉണ്ടായി, അത് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പം ആ അറിവിൽ വെച്ച് എന്നെ കൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിച്ചു. നമ്മൾ ആദ്യം തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയും കാലം ഞാൻ ഇങ്ങനെ എനിക്കെന്ത് മാറ്റം ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. ഈ കണ്ടോണ്ടിരിക്കണോ അറിയണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കഴിവ് വേണം. സ്വർണ്ണം വരച്ചു നോക്കണമെങ്കിൽ കല്ല് വേണം, എന്നാലേ അതിൻ്റെ ക്വാളിറ്റി അറിയാം. അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു സാധന ചെയ്ത ഒരു ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ ഒരു വ്രതം, തപം, ജപം, വ്രതം അങ്ങനെയുള്ളവരായിട്ട് സമം വരുമ്പോൾ പെട്ടെന്ന് ഒരു കുളിർമ, പെട്ടെന്നൊരു അനുഭൂതി, പെട്ടെന്നൊരു സന്തോഷം, പെട്ടെന്നൊരു ബന്ധം അവിടെ വരുമ്പോഴത്തേക്ക് നല്ല എനർജികൾ തമ്മിലുള്ള ആകർഷണം. അപ്പോൾ എനിക്ക് അങ്ങനെ ഇവിടെ വരാറുള്ള ആളുകളിൽ നിന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ചിലർ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒപ്രാളവും മീൻ കിടന്ന് പിടയ്ക്കും പോലെ എൻ്റെ പിരിയൊക്കെ ഇങ്ങനെ ഞാൻ അറിയാതെ ഇങ്ങനെ പിടയ്ക്കും. അപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റൂല, മുഖത്തിന് ഭയങ്കര. എന്നാലും ആ വരണവരെ മുമ്പ് ഞാൻ ഭയങ്കരമായ രീതിയിൽ പിടിച്ചു നിന്നിട്ട് ചിരിച്ച് അഭിനയിക്കും. എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ചെയ്ത ക്രൂരതയും പാവത്തിൻ്റെയാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഞാൻ അവരുടെ നല്ല സ്നേഹമായിട്ട് രീതിയിൽ പറഞ്ഞ് അവർക്ക് ആഹാരവും കൊടുത്ത് എല്ലാം കൊടുത്ത് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം, അപ്പോഴല്ലേ ഇന്ന വ്രതം എടുക്കണം, ഇന്ന കോവിലിൽ പോകണം, ഇന്ന ദേവതാ മന്ത്രം പറയണം, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് പോകണുണ്ട്. അപ്പം ഞാൻ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ആ സ്ത്രീയുടെ കയ്യിൽ അപ്പം ഞാൻ ഇങ്ങനെ എന്നും ലളിത സഹസ്രനാമം
ദേവി മഹാത്മ്യം ഇതൊക്കെ പറഞ്ഞു വച്ചിട്ട് ഒരു ചുന്തൂരം വെച്ചിട്ട് അത് പറയും. എന്നിട്ട് ഈ ചുന്തൂരം അപ്പം അമ്മയും ചിന്തൂരം ഉപയോഗിക്കാറുണ്ട്. അമ്മ ഉപയോഗിച്ച ഒരു ചുന്തൂരം ചിരട്ടയിൽ വെച്ചാണ് ആളുകൾ ചിലവർക്ക് അമ്മ ചുന്തൂരം കൊടുത്തിട്ട് ഒരു തൊടുവെന്ന് പറയും, ഇടാൻ പറയും. അപ്പൊ ആ പരമ്പര അനുസരിച്ച് ഞാനും ചുന്തൂരം ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ചിലവർക്ക് കൊടുക്കും ഭസ്മം. അപ്പൊ ഞാൻ ഈ ചുന്തൂരം അമ്മയെ വിചാരിച്ചുകൊണ്ട്, വേറെ ഒന്നും എനിക്കറിയില്ല, എൻ്റെ ഗുരുവിനെ വിചാരിച്ച്, കൂടുതൽ മന്ത്രമൊന്നും ഞാൻ പഠിച്ചിട്ടുമില്ല, വിചാരിച്ചിട്ട് അവരെ കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾ 2 കൈ കൊണ്ട് തേച്ചിട്ട് ഇങ്ങനെ മൂക്കി പിടിച്ചിട്ട് കണ്ണടച്ച് ഇരിക്കാൻ പറഞ്ഞു. അപ്പം കണ്ണടച്ച് അവരിയ്ക്കണ്. ഞാനും ഇവരെ തന്നെ നോക്കണം. സ്വപ്പ കഴിഞ്ഞ ആ സ്ത്രീ എൻ്റെ കൂടെ ബഹുമാനമായിട്ട് പറഞ്ഞവര് എൻ്റെ പെണ്ണ്, നീ എന്നെ കളിയാക്കണ, എടുത്ത വാക്കില്ലേ, നീ എന്നെ കളിയാക്കണ, ഞാൻ തുള്ളുവന്ന്, ഞാൻ ഇവിടെ തുള്ളയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സൗമ്യമായിട്ട് പറയണം. പക്ഷെ ആ സ്ത്രീ പറയാണ് നീ എന്ന് വിളിച്ച് എന്നെയും കാട്ടി ഇളയ സ്ത്രീയാണ്, എന്നെ സ്വാമി എന്ന് പറഞ്ഞ് വിളിച്ച് ബഹുമാനിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഇത് പറഞ്ഞ് എന്നിട്ട് അപ്പൊ ഞാൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ എൻ്റെ പറഞ്ഞ് നിന്റെ കൂടെ നിൽക്കാം, നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം, നിന്റെ കൂടെ ഞാൻ നിൽക്കിട്ടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ വീണ്ടും എന്ത് പറയണമെന്ന് വിചാരിച്ചു. അപ്പൊ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ മിണ്ടാതെ ഇരുന്നിട്ട് കരയണം. അപ്പൊ ഞാൻ കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ മന്ത്രവാദി അങ്ങനെയൊന്നുമല്ല, എൻ്റെ അമ്മ ഇങ്ങനെ അവധൂത പരമ്പരയിലാണ്, അറിയാല്ല, ഞാൻ അമ്മ തന്ന ഇതിലാണ് ഇരിക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇങ്ങനെ ആരെയും ദ്രോഹിക്കാനോ ഒന്നും ചെയ്യാനോ ഒന്നും അറിഞ്ഞൂടാ. വേറെ ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളെന്തോക്കെ ചെയ്യും. ഞാൻ വേണമെങ്കിൽ ഗംഗാവെള്ളം തരാൻ കുടിച്ച് അമ്മയോട് പറഞ്ഞ് മോശപ്രാർത്ഥി കിട്ടി പോട്ട്. അവര് എന്നെ സമ്മതിക്കണില്ല, അതിന് തയ്യാറാവണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണും പോലെ അവരെ അടിക്കുകയോ എന്തോ ചെയ്യണമെന്ന്. എനിക്കൊന്നും അതിനൊന്നും വയ്യ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് ഉപദ്രവിക്കാനും വിഷമപ്പെടുത്താനൊന്നും വയ്യ. എൻ്റെ ഞാൻ ഒരു ജലം തരാം എന്നുകൊണ്ട് ഞാൻ എപ്പോഴും ഗംഗാജലം വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയെ സങ്കല്പിച്ച് ഒരു വെള്ളി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അമ്മയെ സങ്കല്പിച്ചിട്ട് ഈ വെള്ളം എടുത്തിട്ട് ഞാൻ കൈ നീട്ടാൻ പറയണം. അപ്പൊ നീട്ടണില്ല. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടു, ഇതിന്റെ അകത്തുനിന്ന് വെളിയിൽ പോകണമെങ്കിൽ ഗംഗാവെള്ളം കുടിച്ചല്ലാതെ ഞാൻ വിടൂലെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഗംഗാവെള്ളം ഒഴിച്ചു കൊടുക്കണ, കൈ ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ എവിടെ വെള്ളം നിൽക്കും? വെള്ളം ഒലിച്ചു പോണ്, ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇങ്ങനെ എന്നെ കാണിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇത്തരം കിടന്ന് മെനക്കെടണം, അതും ഇതും ചെയ്യണം, ഇവരുടെ ബലം പ്രയോഗിക്കാൻ പോണ്. അങ്ങനെ വളരെ ശാന്തമായിട്ട് ചിരിച്ചോണ്ടിരുന്നിട്ട് നേരെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങളിലുള്ള ഇതാണ്. അപ്പൊ ഇവര് പറഞ്ഞു അല്ലാത്തുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു ആന്നു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ ഭർത്താവ്? അത് ഭർത്താവ് നേരെ ചെറുപ്പത്തിലേ മരിച്ചു. ഓ സന്തോഷമായി. അപ്പം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി ആര് മരിച്ചിട്ടുണ്ട്? എൻ്റെ ഒരു മകള് മരിച്ചു. എത്ര വയസ്സിൽ? 16 വയസ്സിൽ. ഇനി ആരുണ്ട്? ഒരു മകനുണ്ട്. മക എങ്ങനെയാണ്? മകനും എന്നെ നോക്കുകയില്ല, എടുക്കുകയില്ല, എനിക്ക് ജോലിക്കും പോവാൻ പറ്റില്ല, ഒന്നും എന്നെ ഇത് താമസിക്കണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് ഈ ആത്മാവിനെ നിങ്ങളിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇത് ദേവതയാണെന്നും പറഞ്ഞ് ദേവിയാണെന്നും പറഞ്ഞുകൊണ്ട് വച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ആരെങ്കിലും കണ്ട് ഇത് മാറ്റണം. പൈസയ്ക്ക് വേണ്ടി ആളുകളുണ്ട്, അവരുടെ അടുത്തൊന്നും പോകല്, യഥാർത്ഥ ഉള്ള അടുത്ത് പോകണം. അതല്ലെങ്കിൽ നിങ്ങൾ ചോറ്റാനിക്കര പോയി 12 ദിവസം ഭജന ഇരിക്കണം. അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ചെയ്ത് നിങ്ങളെ ശാന്തിയാക്കാം എന്ന് പറഞ്ഞു വിട്ടു. അപ്പം കുറേ ദിവസം കഴിഞ്ഞിട്ട് അവര് വന്നിട്ട് പറഞ്ഞ് എല്ലാം മാറി. ഞാൻ ഇങ്ങനെ ഒരു വീട്ടു ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവരങ്ങനെ മാറി. അങ്ങനെ ഒരനുഭവം.